സ്വർണം, വെള്ളി, പണയ വായ്പ സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച റിസർവ് ബാങ്ക് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആശ്വാസം പകരുന്നതാണ്. സ്വർണത്തിന്റെ മൊത്തം മൂല്യത്തിന്റെ 85% ഇനി മുതൽ വായ്പ ലഭിക്കും. അതായത് 1 ലക്ഷം രൂപ വിപണി മൂല്യമുള്ള സ്വർണം പണയം വെച്ചാൽ 85,000 രൂപ വരെ വായ്പ ലഭിക്കും. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് സ്വർണ്ണ മൂല്യത്തിന്റെ 80% വരെയും 5 ലക്ഷത്തിന് മുകളിൽ വായ്പകൾക്ക് 75% വരെയും ലഭിക്കും. 2.5 ലക്ഷം വരെയുള്ള വായ്പകൾക്ക് വരുമാനം നോക്കുകയോ രേഖകൾ ആവശ്യപ്പെടുകയോ വേണ്ട എന്ന നിർദ്ദേശം സാധാരണക്കാർക്കും ഗ്രാമീണ മേഖലയിലുള്ളവർക്കും വായ്പ എളുപ്പം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. സ്വർണവും വെള്ളിയും പണയം വെക്കുന്നതിനുള്ള പരിധിയും റിസർവ് ബാങ്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് 1 കിലോ വരെ സ്വർണ്ണാഭരണം പണയം വെക്കാൻ കഴിയും. എന്നാൽ സ്വർണ്ണ നാണയമാണെങ്കിൽ 50 ഗ്രാമേ പറ്റൂ. വെള്ളിയാഭരണങ്ങൾ 10 കിലോ വരെയും വെള്ളി നാണയം 500 ഗ്രാം വരെയുമാണ് പരമാവധി പണയം വെക്കാനാകുക. മറ്റു പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. വായ്പ തിരിച്ചടയ്ക്കുന്ന അന്നോ 7 ദിവസത്തിനകമോ പണയ വസ്തു തിരിച്ചു നൽകണം. അല്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും 5,000 രൂപ വീതം നഷ്ടപരിഹാരം നൽകണം. പലിശയും മുതലും ഒരുമിച്ചടയ്ക്കുന്ന ബുള്ളറ്റ് തിരിച്ചടവ് വായ്പകൾ 1 വർഷത്തേക്ക് ലഭിക്കും. ഇത്തരം വായ്പകൾ കാലാവധിയാകുമ്പോൾ പലിശ മാത്രം അടച്ച് പുതുക്കാം. പണയം വെച്ച സ്വർണമോ വെള്ളിയോ നഷ്ടപ്പെടുകയോ കേടുവരികയോ ചെയ്താൽ പണയക്കാരന് മുഴുവൻ തുകയും നഷ്ടപരിഹാരം നൽകണം. വായ്പാ തിരിച്ചടവിൽ വീഴ്ച വരുത്തുന്ന പക്ഷം പണയവസ്തു ലേലം ചെയ്യുമ്പോൾ ഉപഭോക്താവിന് കൃത്യമായും നോട്ടീസ് നൽകണം. വിപണി വിലയുടെ 90% കുറഞ്ഞ തുകയ്ക്ക് ലേലം ചെയ്യാൻ പാടില്ല. 2 തവണ ലേലത്തിൽ വെച്ചിട്ടും 90% തുക കിട്ടുന്നില്ല എങ്കിൽ മാത്രം അടുത്ത തവണ ലേലത്തുക 85% വരെ കുറയ്ക്കാം. ലേലത്തുകയിൽ നിന്ന് വായ്പാ തുകയും പലിശയും കഴിച്ച് ബാക്കി തുക 7 ദിവസത്തിനകം ഉപഭോക്താവിന് തിരിച്ചു നൽകണം. വായ്പയുടെ നിബന്ധനകളും പണയവസ്തുവിന്റെ മൂല്യം ഉൾപ്പെടെയുള്ള വിവരങ്ങളും പ്രാദേശിക ഭാഷയിൽ ഉപഭോക്താവിന് കൈമാറണം. നിരക്ഷരരാണെങ്കിൽ സ്വതന്ത്ര സാക്ഷിയുടെ സാന്നിധ്യത്തിൽ ഉപഭോക്താവിന് ആ സംഭവം വിശദീകരിച്ചു കൊടുക്കണം. പുതിയ നിബന്ധനകൾ അടുത്ത വർഷം ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇതിനു മുൻപ് നൽകിയ വായ്പകൾക്ക് പഴയ നിബന്ധനകൾ തന്നെയാകും ബാധകം. പുതിയ മാർഗനിർദ്ദേശങ്ങൾ വാണിജ്യ ബാങ്കുകൾക്കും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും സഹകരണ ബാങ്കുകൾക്കും ബാധകമാണ്. സ്വർണ്ണപ്പണയ വായ്പ സുതാര്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടി റിസർവ് ബാങ്ക് കഴിഞ്ഞ ഏപ്രിലിൽ സ്വർണ്ണപ്പണയ വായ്പ നൽകുന്ന ബാങ്കുകൾക്കും ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും കരട് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഈടുവെക്കുന്ന സ്വർണത്തിന്റെ വിപണി മൂല്യത്തിന്റെ 75% മാത്രമേ വായ്പയായി നൽകാവൂ. ക്രെഡിറ്റ് സ്കോർ നോക്കി മാത്രം വായ്പ അനുവദിക്കണം. വായ്പ എടുക്കുന്നയാൾ ഏത് ആവശ്യത്തിനാണോ എടുത്തത് അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നിങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒട്ടനവധി നിർദ്ദേശങ്ങളാണ് അന്ന് റിസർവ് ബാങ്ക് മുന്നോട്ട് വെച്ചത്. ഇത് മയപ്പെടുത്തണമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം റിസർവ് ബാങ്കിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് പുതിയ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്.